ഒരു മാസക്കാലമായി കോഴിക്കോട് കാവിലുംപാറ ജനവാസ കേന്ദ്രങ്ങളിൽ നാട്ടുകാരെ ഭയാശങ്കയിൽ നിർത്തിയ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിപ്പിടിയാനയെ മയക്കുവെടിവെച്ച് ബോധം കെടുത്തി. കരിങ്ങാട് ഭാഗത്ത് കാടിനോട് ചേർന്ന സ്ഥലത്ത് വെച്ചാണ് ആനയെ മയക്കുവെടിവെച്ച് ബോധം കെടുത്തിയത്. DFO ആഷിഖിന്റെ നിർദ്ദേശപ്രകാരം കുറ്റ്യാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, വെറ്റിനറി ഡോക്ടർ, ബയോളജിസ്റ്റ്, ഫോറസ്റ്റർ ഉൾപ്പെടെ RRT ടീം അംഗങ്ങൾ ചേർന്നാണ് ആനയെ പിടികൂടിയത്. സമീപത്തെ പാലക്കാടൻ കുന്നിൽ റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ കുട്ടിയാനയെ കയറ്റി താമരശ്ശേരി, പെരുവണ്ണാമുഴി, വയനാട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുമുള്ള RRT സംഘവും വയനാട്ടിൽ നിന്നും എത്തിയ എലിഫന്റ് ഫോഴ്സ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ നിന്നും എത്തിയ വെറ്റിനറി ഡോക്ടർമാർ, കുറ്റ്യാടി ജനകീയ ദുരന്ത സേനാ പ്രവർത്തകരുടെയും 10 ദിവസത്തെ ശ്രമഫലമായാണ് ആനയെ പിടിച്ചത്. തുടർന്ന് വയനാട് മുത്തങ്ങ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. മലയാളം പൾസ്. കാവിലുംപാറയിലെ മലയോര പ്രദേശങ്ങളായ കരിങ്ങാട്, ലഡാക്ക്, ചൂരണി ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരു മാസമായി ഭീതി വരുത്തിക്കൊണ്ടിരുന്ന കാട്ടാനെ ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചിരിക്കുകയാണ്. കുറേ വൈകിയാണെങ്കിലും കാട്ടാനെ പിടികൂടിയതിൽ അവരെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണ്. ഈ കാട്ടാനെ പിടിക്കുന്നതിന് വേണ്ടി, കാട്ടാനയുടെ ശല്യം, കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഉള്ള സമരങ്ങൾ നടന്നു വരികയാണ്. ഇന്നലെ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA പ്രദേശങ്ങൾ സന്ദർശിച്ചു. അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെയും കർഷക കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങൾ വനംവകുപ്പ് ഓഫീസിന് മുമ്പിൽ നടന്നു. ഏതായാലും ഈ സമരങ്ങളുടെയൊക്കെ ഫലമായി, ഈ പ്രതിഷേധങ്ങൾക്ക് ഒക്കെ ഫലമായി ഇന്ന് ഉദ്യോഗസ്ഥന്മാർ അതിനെ പിടിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറെ സന്തോഷമുണ്ട്.